കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച 7 വയസ്സുകാരൻ്റെ വൃക്കയാണ് കോഴിക്കോട് എത്തിച്ചത്. 11 അവിടെ നിന്ന് പുറപ്പെട്ട് 5:15 കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള 17-കാരനാണ് ആ വൃക്ക മാറ്റിവെക്കുന്നത്. ഇക്ര ആശുപത്രിയിൽ അതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കിപ്പം ഡോക്ടർ എം ഷംസുദ്ദീൻ കൂടി ചേരുകയാണ്. എത്ര സമയം കൊണ്ടായിരിക്കും സാർ അത് പൂർത്തീകരിക്കാൻ കഴിയുന്നത്? അത് ഒരു 2-3 മണിക്കൂറിൽ സർജറി കഴിഞ്ഞാൽ പുറത്തൊരു കഴിഞ്ഞ 4 വർഷമായി ഡയാലിസിസ് ചെയ്യുന്ന ചെറുപ്പക്കാരനാണ്, കണ്ണൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിനാണ് ഈ കേസോട്ട വഴി മൃതസഞ്ജീവനി വഴി ഈ വൃക്ക കൈമാറ്റം ചെയ്യാൻ പോകുന്നത്. സർജറി മുകളിൽ ആരംഭിച്ചു. വളരെ സാഹസികമായും പ്രയത്നപ്പെട്ടും പോലീസും നാട്ടുകാരും ഗവൺമെൻറ്റും എല്ലാം ചേർന്ന് വൃക്ക ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. അതിന് അർഹനായ ആൾക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇതുവഴി നമ്മളൊരാളുടെ ജീവൻ തിരിച്ചു നൽകുകയാണ്. ഈ വൃക്ക നൽകാൻ തയ്യാറായ മസ്തിഷ്ക മരണം സംബന്ധിച്ച കുഞ്ഞിൻ്റെയും അച്ഛനും അമ്മയ്ക്കും നമുക്കുള്ള ആദരവും ബഹുമാനവും അറിയിക്കുകയാണ്. അവരുടെ ദുഃഖത്തിൽ പങ്കാളികളായും പക്ഷേ അവർക്ക് ഇത്രയും നല്ലൊരു മഹത്കർമ്മം ചെയ്യാൻ തോന്നിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ ഇത് സമൂഹത്തിന് പ്രചോദനമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓപ്പറേഷൻ നടക്കുന്ന ചെറുപ്പക്കാരൻ അവിടെ നടക്കുന്നത് ഡോക്ടർ ബെനിൽ നെഫ്രോളജി ഹെഡും ഡോക്ടർ മുഹമ്മദ് അസ്ലം യൂറോളജി ഹെഡുമാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ. 1500ഓളം വൃക്ക ശസ്ത്രക്രിയകൾ നടന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് വളരെ പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞവരെല്ലാം പുറത്തു വരുന്നവരെ 4 അവയവങ്ങളാണ് ദാനം ചെയ്തിരിക്കുന്നത്. 4 ജീവനാണ് നമ്മൾ അവർ മൃതസഞ്ജീവനിയായി നൽകിയിരിക്കുന്നത്. അവരുടെ എല്ലാം മനസ്സമാധാനം, കുടുംബത്തിന് സന്തോഷം നമ്മൾ ആഗ്രഹിക്കുന്നു. മരിച്ച കുട്ടിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും ദുഃഖത്തിൽ പങ്കാളികളായിരിക്കും. അവൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതേസമയത്ത് ഈ ഒരു മഹത് കർമ്മത്തിന് തയ്യാറായതിന് അവരുടെ അച്ഛനെയും അമ്മയോടും ആദരവും ബഹുമാനമുണ്ട്. ഇക്രയിൽ ആ രോഗിയുടെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം സമാധാനമായിട്ട് തിരിച്ചു വരട്ടെ എന്ന് കാത്തിരിക്കുന്നു. ഇക്ര ആശുപത്രിയിലെ ശസ്ത്രക്രിയ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ആ 17-കാരൻ വളരെ വേഗത്തിൽ ആരോഗ്യനില വീണ്ടെടുക്കട്ടെ. കോഴിക്കോട് നിന്ന് നിഖിലിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.